കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് എതിരാളികൾക്ക് എന്നും നരകമാണ്. എതിരാളികളെ പേടിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പിന്തുണയുമാണ്. ലോകത്തിലെങ്ങും ഈ പിന്തുണ പ്രശസ്തവുമാണ്. എന്നാൽ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രശംസ നൽകുകയാണ് ശ്രീലങ്ക ക്രിക്കറ്റ് ഇതിഹാസ താരം മുരളീധരനാണ് ഈ പ്രശംസയ്ക്ക് പിന്നിൽ. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെയും ഫുട്ബോൾ ആരാധകരെയും താരതമ്യപ്പെടുത്തിയാണ് മുരളീധരന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരളത്തിൽ ഫുട്ബോളാണ് പ്രശസ്തം. ഞാൻ കൊച്ചി ടസ്കേഴ്സിന് വേണ്ടി കളിക്കുമ്പോൾ നിലവിൽ കളിക്കുന്ന ISL സൈഡിന് കിട്ടുന്ന വൈബ് ഗാലറിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബ്ബ് മുന്നോട്ട് വന്ന് ഇവിടുത്തെ ക്രിക്കറ്റ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് മുരളീധരൻ പറഞ്ഞു. മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിര താരം ജീക്സൺ സിംഗ് പരിക്കുമാറി തിരികെ എത്തുന്നു. ജീക്സൺ പൂർണ്ണമായ പരിശീലനം ആരംഭിച്ചു. 3 മാസത്തോളം ജീക്സന്റെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിരുന്നു. ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് സ്ക്വാഡിലേക്ക് തിരികെ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജീക്സൺ സിംഗിന് മുംബൈ സിറ്റിക്കെതിരായ എവേ മത്സരത്തിനിടയിൽ തോളിന് പരിക്കേറ്റിരുന്നു. ആ പരിക്ക് മാറാൻ സർജറി വേണ്ടിവന്നിരുന്നു. പരിക്ക് കാരണം ഇന്ത്യയുടെ മെർദേക്ക കപ്പിലെ മത്സരവും ഇപ്പോൾ ഏഷ്യൻ കപ്പും ജീക്സന് നഷ്ടമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ജീക്സൺ. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പണ്ടൊക്കെ യൂറോപ്പിൽ കരിയർ അവസാനിച്ച താരങ്ങളായിരുന്നു ISLൽ പന്ത് തട്ടാനെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ISLൽ കളിക്കുന്ന താരങ്ങൾക്ക് യൂറോപ്പിലും ആവശ്യക്കാരുണ്ട്. അതിന് തെളിവായിരുന്നു സ്റ്റീവൻ മെൻഡോസയെ പോലുള്ള താരങ്ങൾ. ഇപ്പോഴിതാ മറ്റൊരു ISL താരത്തിന് വേണ്ടിയും യൂറോപ്പിൽ പോരാട്ടം കടുക്കുകയാണ്. ബാംഗ്ലൂർ FCയുടെ ഇംഗ്ലീഷ് മുന്നേറ്റ താരം കുർട്ടിസ് മെയിനു വേണ്ടിയാണ് സ്കോട്ടിഷ് ടോപ്പ് ടയർ ടീമുകളുടെ പോരാട്ടം. സ്കോട്ട്ലൻഡ് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബുകളായ ഡുണ്ടി, മദർവെൽ, സെന്റ് മീറൻ തുടങ്ങിയ 3 ക്ലബ്ബുകളാണ് 31കാരനായ സ്ട്രൈക്കർക്ക് വേണ്ടി രംഗത്തുള്ളത്. സ്കോട്ടിഷ് ലീഗിൽ നിന്നാണ് താരം കഴിഞ്ഞ സീസണിൽ ISLൽ എത്തുന്നത്.